Hi friends, Assalamu alaikum. Welcome back to our channel. ഓവണും ബീറ്ററൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണെന്ന്. ഈ കേക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, മറിച്ച് ആവിയിൽ വേവിച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത് 1/2 കപ്പ് വെള്ളമാണ്. അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും ഒരു നുള്ള ഉപ്പും 5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആയിട്ട് കിട്ടുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 എഗ്ഗും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു 30 സെക്കൻഡോളം ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ 30 സെക്കൻഡിൽ കൂടിപ്പോവാനായിട്ട് പാടില്ല, അങ്ങനെയെന്നുണ്ടെങ്കിൽ കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് എങ്ങാനും മാറ്റാം. അതിനുശേഷം അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ അധികം സ്പീഡില്ലാതെ പതുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലെന്ന് പറഞ്ഞാൽ 1/2 കപ്പ് വെള്ളത്തിൽ 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, അതായത് മിൽക്ക് പൗഡർ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുള്ളതാണ്. നിങ്ങളെ കയ്യിൽ പാലാണുള്ളതെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ ഒട്ടും കട്ടയില്ലാതെ പതുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ ബാറ്ററൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടത് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പോണത്. ഈ പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലുള്ള പാത്രം വേണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രത്തിലൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ പാത്രത്തിൻ്റെ അരഭാഗത്തോളം ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ബാറ്റർ ഈ ഒരു ചെറിയ ഗ്ലാസ്സിലേക്കും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കേക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലൊരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ, ആ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. 10 to 15 മിനിറ്റ്സ് മതി, അതിനുള്ളിൽ ഈ കേക്ക് കുക്കായിട്ട് കിട്ടും. ഇനി ആ വലിയ പാത്രം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ആ അടപ്പിൻ്റെ മേലെ ഇതുപോലെ വല്ല ടർക്കിയോ അല്ലെങ്കിൽ തുണിയോ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നല്ല കുക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി കുക്കായിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫോക്കെങ്ങാനും വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൊത്തി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇനി ഗ്ലാസ്സിലെല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പം ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അതുപോലെ തന്നെ ആ തട്ട് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാനുള്ള ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കേക്ക് കുക്ക് ചെയ്തെടുത്ത ആ പാത്രം ഉണ്ടല്ലോ, അതിലേക്കൊരു ചെറിയ ബൗൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്കൊരു ചോക്ലേറ്റിൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ എടുക്കാം. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് സോസോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ന്യൂട്ടെല്ല ഏത് വേണേലും യൂസ് ചെയ്യാം കേട്ടോ. ചോക്ലേറ്റ് സിറപ്പോ ന്യൂട്ടെല്ല എടുക്കുകയാണെങ്കിൽ ഇതുപോലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ കേക്കിന് മുകളിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ. അപ്പോൾ അത് നമ്മൾ മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുള്ള ചോക്ലേറ്റിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് ചോക്ലേറ്റൊക്കെ നല്ലോണം മെൽറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേക്കിന് മുകളിലായിട്ട് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്ക് ചൂടോടെ കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ കേക്കും അതുപോലെ തന്നെ ചോക്ലേറ്റ് മെൽറ്റാക്കിയതൊക്കെ കൂടിയിട്ട് മിക്സാക്കി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിക്കുകയെന്നുണ്ടെങ്കിൽ ആ ചോക്ലേറ്റ് ഒന്ന് കട്ടിയായിട്ട് പോകും. അപ്പോൾ അത്ര തന്നെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.